കേരള വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ സിബിഐ ഇന്ന് നിലപാട് അറിയിക്കും. പ്രതികളുടെ അഭിഭാഷകർക്ക് കുറ്റപത്രത്തിന് പകർപ്പ് നൽകിയോ എന്ന കാര്യത്തിലും സിബിഐ മറുപടി നൽകും. കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. വളരെ സുപ്രധാനപ്പെട്ട കേസാണ്. അതിൽ ഇന്ന് സിദ്ധാർത്ഥന്റെ അമ്മയുടെ ജാമ്യം നൽകരുത് എന്നുള്ള ഹർജി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളുടെ ജാമ്യ ഹർജി കൂടി പരിഗണിക്കുകയാണ്. സിബിഐ ഈ വിഷയത്തിലെ നിലപാട് ഇന്ന് കോടതിയെ അറിയിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഹൈക്കോടതിയിൽ നടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. ഇതിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ ഹർജി കൂടി ഇന്നലെ വന്നിട്ടുണ്ട്. അതുകൂടി ഇന്ന് ചേർത്ത് പരിഗണിക്കും. 7 പ്രതികളാണ് ഇതിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന 19 പേര് പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ ഇവർക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ അമ്മ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും തന്നെയും ഈ പ്രതികളുടെ പങ്ക് എന്നത് സംബന്ധിച്ച് കൃത്യമായി സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വളരെ നിഷ്ഠൂരമായ രീതിയിൽ തന്നെ മകനെതിരെ മർദ്ദനവും മറ്റും അഴിച്ചുവിടുകയായിരുന്നു, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൽ മരണകാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുന്നു. പക്ഷേ ഇവരുടെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവർ വളരെ ക്രൂരമായി സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചു എന്നതെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. അത്രയ്ക്ക് പീഡനങ്ങൾ തന്നെ മകൻ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാർ ഈ പ്രതികളാണ്. അതുകൊണ്ട് തന്നെയും അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കരുത് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, സിബിഐ അന്വേഷണം തുടരുകയാണ്. സിബിഐ അതിനൊരു നടപടി അനുസരിച്ചുകൊണ്ട് 1ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അതിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾക്ക് കൂടുതലായിട്ട് വകുപ്പുകൾ അവർക്കെതിരെ ചുമത്തും. പ്രത്യേകിച്ച് എയിംസിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇത് സംബന്ധിച്ചുള്ളൊരു സിബിഐയുടെ ഒരു അപേക്ഷ പരിഗണനയിലുണ്ട്. കൃത്യമായ മരണകാരണം കണ്ടെത്തണം എന്ന് പറഞ്ഞാണ് അതിൽ ഒരു മെഡിക്കൽ ബോർഡിനെ അടക്കം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിബിഐ നേരത്തെ അവർക്ക് അപേക്ഷ നൽകിയിരുന്നു. അതിൽ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യം സംബന്ധിച്ച് വളരെ വിശകലനാത്മകമായ റിപ്പോർട്ടുകളും എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം എയിംസിൻ്റെ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് എന്തായിരിക്കാം മരണത്തിലേക്ക് എത്തിയിട്ടുള്ളൊരു കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോഴും തന്നെയും അന്വേഷണത്തിൻ്റെ ഭാഗമായി തുടരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അനുചിതമാകും. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് ഈ ഉപഹർജിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ന് ഹൈക്കോടതിയുടെ അവധിക്കാല സിറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. ആ ബെഞ്ചായിരിക്കും ഈ കേസ് പരിഗണിക്കുക. രാവിലെ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതികൾ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുണ്ട്. അതോടൊപ്പം പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മറ്റൊരു